Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. An important message for you after the red moon. റെഡ് മൂണിന് ശേഷം നമ്മുടെ കഴിഞ്ഞ ഫുൾ മൂൺ ഡേക്ക് ശേഷം എന്തൊക്കെ എനർജറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ നമുക്കറിയാം റെഡ് മൂൺ സ്പെഷ്യലി അറിയപ്പെടുന്നുണ്ടായിരുന്നത് നമ്മളുടെ ഓൾഡ് എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ എനർജി എന്ന് മാത്രം എന്നുള്ളതല്ല, നമ്മുടെ പല കർമാസ് അല്ലെങ്കിൽ പല ഫിൽറ്റർ പ്രോസസ് അല്ലെങ്കിൽ പല ക്ലെൻസിങ് പ്രോസസ് നമ്മളുടെ സോളിന് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എനർജിയിൽ സംഭവിക്കുന്നുണ്ട്. സോ പല കാര്യങ്ങളും നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, പല കാര്യങ്ങളും നമുക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിന് ശേഷം, ആ ഒരു എനർജറ്റിക് പ്രോസസ്സിന് ശേഷം എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ പൊതുവായിട്ടുള്ള ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ, നിങ്ങളുടെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എന്ത് മാറ്റങ്ങളാണ്? ബ്ലോസമിങ്, ഓക്കെ, പൂക്കാലം അല്ലെങ്കിൽ പൂക്കാണ്. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആഫ്റ്റർ ദ ഫുൾ മൂൺ നിങ്ങൾക്ക് ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ഒരു മൂമെന്റ്സ് എസ്പെഷ്യലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ലൈക്ക് ഒരു വസന്തകാലത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മൊട്ടിയിടുന്നത് പോലെ, വളരെ ഭംഗിയുള്ള പൂ വിരിയാൻ വേണ്ടി അതിന്റെ ഒരു മൊട്ടിയിടുന്നത് പോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ഒരു 1 month ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. പല കാര്യങ്ങളും ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഫ്ലോ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിന് മൂവ്മെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ ഒരു ചലനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഒരു നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വസന്തകാലാണ് നെക്സ്റ്റ് ഫുൾ മൂൺ വരെയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എനർജറ്റിക്കലി അതുപോലത്തെ ഒരു ഈസിനെസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലെൻസിങ് പ്രോസസ് ഓൾറെഡി വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ബ്രൈറ്റ്നെസ്, ഒരു നല്ലൊരു ഓറ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തില്, മനസ്സിന്, പല സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതിലൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. റൈറ്റ്, നിങ്ങളുടെ ഒരു ഡാർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു വഴികള് അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ, എനർജി ആയിരിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ക്ലെൻസ്ഡ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു ഡാർക്ക് സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ലൈഫിന്റെ ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കാം. അല്ലെ, നമുക്ക് പല കാര്യങ്ങളും തപ്പിപ്പിടിച്ചു കണ്ടുപിടിക്കേണ്ട ചില അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ എന്താണ് നമ്മുടെ കൺമുന്നിൽ എന്താ സംഭവിക്കുന്നത്, അതുപോലും നമുക്ക് കാണാൻ പറ്റാത്ത ചില അവസ്ഥയിൽ കൂടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക. സോ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ വ്യക്തതയോട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ്, ഒരു വെളിച്ചം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നോട്ടുള്ള പാത എക്സാക്ട്ലി ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ചില പ്ലേസ് നിങ്ങൾക്ക് സ്റ്റിൽ ഒരു ഡാർക്ക് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും അഗെയിൻ അവിടെ നിങ്ങൾക്കൊരു നിലാവ് വെളിച്ചം പോലെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, ഒരു ഡിവൈൻ സപ്പോർട്ട്, ഡിവൈൻ ഗൈഡൻസ്, ഡിവൈൻ പാസ് നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ഫുൾ മൂണിന് മുൻപ് വരെ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ചില റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ സാധിക്കുന്നത്. സോ ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും ടാലന്റ്സിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കഴിവൊക്കെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഒരുപാട് പരിശീലിപ്പിക്കുന്നുണ്ട്. എസ്പെഷ്യലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്യുന്നത് പോലെ. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് പിറകെ പോയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഒരു വഴി നിങ്ങൾക്ക് കാണാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെ. സോ ചില പ്ലേസിൽ നിങ്ങൾ വലിയൊരു അറ്റൻഷൻ കൊടുക്കാതെ ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗിവിംഗ് അപ്പ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എക്സാക്ട്ലി ഗിവ് അപ്പ് ചെയ്യുന്നതായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നിങ്ങൾ ടയേർഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനലി നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാന്ന് പറയല്ലോ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ചേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങള്, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഇമോഷൻസ്
നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ഇമോഷൻസ് ഫൈനലി നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, അത് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ടൈമിൽ ഡിവൈന് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ ചില കാര്യത്തിൽ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ചില ഫീലിംഗ്സിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും നമ്മളത് കേൾക്കില്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളുടെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ആ ഒരു നമ്മളുടെ ആ ഒരു വാശിയിൽ തന്നെ, ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള നേച്ചറിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? പക്ഷെ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചില പ്ലേസിൽ തന്നെ വെച്ച് പോവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നോ മോർ ഫൈൻ ഫോർ ദാറ്റ്. ഓക്കെ, സോ ആ ഒരു സമയത്താണ് ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും ശ്രമിക്കാതിരിക്കുക, സറണ്ടർ ചെയ്യുക മീൻസ് നമുക്ക് ആ ഒരു കാര്യം വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾ അതിലേക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ചില കാര്യത്തിന്റെ പിറകെ പോകുന്നില്ല. സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. മുന്നോട്ട് വരുന്ന സമയത്ത് അത് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്കൊരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്, ഒരു നല്ലൊരു വെളിച്ചം, ഒരു നിലാവ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പോകുന്നിടത്തൊക്കെ ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിന്റെ വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പിറകെ പോകുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന സമയത്ത് അതിൽ നെക്സ്റ്റ് ഇനി എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആ ഒരു കാര്യത്തിൽ കിട്ടും. ഓക്കെ, ചില കാര്യത്തിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ ചില കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത സമയത്താണ് നിങ്ങൾക്ക് ചില കാര്യത്തിലേക്കുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, ഇതുപോലത്തെ മാറ്റങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെറ്റ്സ് സീ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് ആഫ്റ്റർ ദ ഫുൾ മൂൺ. ട്രസ്റ്റ്, യെസ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു റീസൺ അറിയാത്തൊരു ട്രസ്റ്റ്, നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കളർഫുൾ ആയിട്ട്, ഇറ്റ്സ് ലൈക്ക് ഒരുപാട് പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലെയാണ്, തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലെയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാവുന്നുണ്ട്, ഓർ ആഫ്റ്റർ ദ ഫുൾ മൂൺ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂ കണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു ബേർഡൻസ് നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില സിറ്റുവേഷൻസ് കാരണം, അല്ലെങ്കിൽ ചില ആളുകൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റീഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒരുപാട് ഹീൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളെ ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു ഹോം ഫീലിംഗ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോം, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് നിങ്ങളുടെ മേലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സമയത്താണ് നിങ്ങൾ ഒന്നിന്റെയും പിറകെ പോവില്ല. നിങ്ങൾക്ക് വേർത്ത് ആയിട്ട് തോന്നാൻ വേണ്ടി, നിങ്ങൾ മാറ്റർ ആണെന്ന് തോന്നാൻ വേണ്ടി സ്നേഹത്തിന്റെ പിറകെ നിങ്ങൾ പോകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ ഈ ഒരു പീരീഡ് ഓഫ് ടൈം നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ, എവിടേക്കാണ് നിങ്ങൾ ഇതുപോലെ ഡെസ്പറേറ്റ് ആയിട്ട് എനിക്ക് വേണം, എനിക്ക് സ്നേഹം വേണം, എനിക്ക് ആള് വേണം, ഈ ഒരു കാര്യം വേണം, ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിനോടുള്ള അത്രൊരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നിങ്ങൾ എന്താണോ എന്ന് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കാനും വേറൊരു കാര്യത്തിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സമയത്താണ് ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ ഇന്റൻഷനലി സറണ്ടർ ചെയ്യുന്നതല്ല. സോ നിങ്ങളുടെ ഈ ഒരു കൈൻഡ് ഓഫ് റിയലൈസേഷൻ നാച്ചുറലി ചില പ്ലേസിൽ നിങ്ങൾ സറണ്ടർ ആവുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എവിടേക്ക് നിങ്ങൾ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ അറിയാണ്ട് തന്നെ വിട്ടുകളയുന്നുണ്ട്.
അതിലേക്കുള്ള ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇമോഷണൽ ബോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുന്നത് പോലെ, റൈറ്റ്? സോ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈ ഫോമിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, അതായത് ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ടാലന്റ്സ് ഒക്കെ നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. ഒരാളുടെ പെർമിഷൻസും ഒരാളുടെ വാലിഡേഷനും നിങ്ങൾ അവിടെ സീക്ക് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ വേറെ ആർക്കും കൊടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇമോഷണലി ചില പ്ലേസിൽ നിന്ന് ഡിസ്റ്റൻസ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളോ ഒരു ഡിവൈൻ പവറോ നിങ്ങളൊരു സേഫ് പ്ലേസിലേക്ക് കൊണ്ടുവെക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് വളരെ ജെന്റിൽ ആയിട്ടാണ് നിങ്ങളെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നോക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത്രയൊരു ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ന്യൂ ബോൺ ബേബി പോലെയാണ്. ഓക്കെ, അത്രയൊരു സെൻസിറ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത്ര കെയർഫുൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഡീൽ ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടായിരിക്കണം. വളരെ പ്ലസന്റ് ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു പെയിനോ ഒരു മെമ്മറിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ആക്കുന്ന ഒരു സെപ്പറേഷനോ അല്ല സംഭവിക്കുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റിവെക്കൽ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റിവെക്കൽ, ആ ഒരു എനർജറ്റിക് ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സെൽഫ് ലവ്. ഓക്കെ, സോ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് എന്താന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഈ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സർപ്രൈസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, നിങ്ങളുടെ നിങ്ങളുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് മാത്രം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ചില ഗിഫ്റ്റ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, കാഴ്ചകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ ആണ്. നിങ്ങൾ അതിശയിച്ചു പോകുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ ഈ വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈം, ഓക്കെ, നെക്സ്റ്റ് ഫുൾ മൂൺ ഡേക്കുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മാറ്റം നിങ്ങൾ എങ്ങനെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു മൂവി കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു ഓൾഡ് വേർഷനും നിങ്ങളുടെ പുതിയ വേർഷനും നിങ്ങളുടെ ഒരു ന്യൂ റിയാലിറ്റി കാണുന്നത് പോലെ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ കടന്നു പോയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. സോ അവിടെ ജീവിച്ചിട്ടുള്ള നിങ്ങളും ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ടുള്ള ഒരു നിങ്ങളും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓത്തന്റിക് ആയിട്ടുള്ള ഒരു വേർഷനും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ ഒരു റിയൽ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാണുകയാണ്. വിസിബിൾ ആയിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ വളരെ പ്രൗഡായിട്ട് കാണാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രീം ഓഫ് ജോയ് കൊണ്ട് തരുത്തുന്ന ഒരു കാര്യമാണത്, സെൽഫ് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങളെ കണക്ട് ചെയ്യാനും ഓർ ഏതെങ്കിലുമൊക്കെ പ്ലേസിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾ റീകണക്ട് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഹോം ഫീലിംഗ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഫിയർ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു പേടിയായിട്ട് തോന്നിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു ഇരുട്ടൊരു പേടിയായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ലൈക്ക് സ്റ്റക്ക് ആയിട്ടുള്ള ഫീലിംഗ്സ്, ലോസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ്സ്. ഈവൻ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നതും അഗെയിൻ നമ്മൾ ഒറ്റയ്ക്കായി പോവോ എന്നുള്ളൊരു പേടിയും, നമ്മൾ ആരും ഇല്ലാണ്ടായി പോവാണോ എന്നുള്ളൊരു പേടിയും, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഇരുട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ്, അല്ലെ? സോ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, ധൈര്യമായിട്ട് ചില സിറ്റുവേഷൻസ് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേടിയിൽ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിന്ന് നിങ്ങൾ ഓവർകം ചെയ്തു വരുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യും ഈ ഒരു ടൈമിൽ.
ഓക്കെ, സോ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് നിങ്ങളുടെ സെൽഫ് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോളിന്റെ ചില സ്റ്റെപ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഓരോ സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോണസ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നതായിരിക്കാം. അതായിരിക്കാം നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. കാരണം ഈ ഒരു പീരീഡ് ഓഫ് ടൈം നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട് ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, നിങ്ങളുടെ സോളിന് ആ ഒരു ഭംഗി ഉണ്ടാവുന്നുണ്ട്. അതാണ് എല്ലാം കൊണ്ട് നിങ്ങൾക്കൊരു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.